നമസ്കാരം. പട്ടംകുളം അമ്പിളി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷിക്കപ്പെടുക. 1975 കലാസമിതി രൂപീകരിച്ചത്. അതിനു മുമ്പ് തന്നെ ഗ്രാമീണ വായനശാല രൂപീകരിക്കപ്പെട്ടിരുന്നു. വായനശാലയും കലാസമിതിയും ചേർന്നാണ് കഴിഞ്ഞ 50 വർഷം പ്രവർത്തിച്ചത്. ആദ്യകാലത്ത് വാടക കെട്ടിടങ്ങളിലായിരുന്നു, 2 പിന്നീട് MLA ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഈ കാണുന്ന കെട്ടിടവും ഈ കോൺഫറൻസ് ഹാളുമായിട്ട് ഗ്രാമീണ വായനശാലയും അമ്പിളി കലാസമിതി ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരികമായ വികാസത്തിൽ മതേതര മാനവികതയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വലിയ മാനവിക കലാ സംസ്കാര പ്രസ്ഥാനമാണ് അമ്പിളി കലാസമിതി. ഞാനിപ്പോൾ സ്വാഗത സംഘം ചെയർമാൻ എന്ന നിലയ്ക്കല്ല പറയുന്നത്. 75 ഈ സ്ഥാപനം ഉണ്ടായതിനു ശേഷം 76 മുതൽ അമ്പിളി കലാസമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു എളിയ കലാപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമാണ്. അപ്പം അന്ന് മുതൽക്ക് അമ്പിളി കലാസമിതി അറിയാം. ഈ പ്രദേശത്ത് ഇന്ന് പ്രഗത്ഭരായി വളർന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളുകളായി മാറിയ വളരെ കലാകാരന്മാരെ വളർത്തിയെടുത്തത് അമ്പിളി കലാസമിതിയാണ്. മുഴുവൻ പേരുകൾ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന വയലിനിസ്റ്റ് മുരളീധരനാണെങ്കിലും, അദ്ദേഹം അറിയപ്പെടുന്ന സിത്താറിസ്റ്റാണ്, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന സംഗീതജ്ഞനാണ്. കഥാകൃത്ത് P. സുരേന്ദ്രനാണെങ്കിലും, കവി P. രാമചന്ദ്രനാണെങ്കിലും, T.V. ശൂലപാണി, P.V. നാരായണൻ തുടങ്ങി ഈ പ്രദേശത്തുള്ള ഏറ്റവും പുതിയ എഴുത്തുകാർ വരെയുള്ള കലാകാരന്മാരുടെ എഴുത്തുകാരുടെ ഒരു നിരയെ അമ്പിളി കലാസമിതി വളർത്തിയെടുത്തു. ഉപകരണ സംഗീതം പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ 75 മുതലുണ്ട്. എനിക്ക് ആദ്യകാലത്ത് തിരൂർ ഷായും യൂനസ് ഭായിയുമാണ് ക്ലാസ് എടുക്കാൻ വന്നിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അസിസ്റ്റന്റ് പാകിസ്ഥാനാണ്. അങ്ങനെ അന്ന് മുതൽ ഉപകരണ ക്ലാസ്സുകളുണ്ട്. അന്നത്തെ ഹാർമോണിസ്റ്റാണ് കുട്ടൻമാഷ്, ഇവിടെ ഇരിക്കുന്ന കുട്ടൻമാഷ്. അന്നത്തെ തബലിസ്റ്റാണ് കുമാരേട്ടൻ. മരിച്ചുപോയ AK നാരായണേട്ടൻ തബലിസ്റ്റാണ്. P. രാമേന്ദ്രൻ വയലിൻ വായിച്ചിരുന്നതാണ് എനിക്ക് ഓർമ്മയുണ്ട്. തബല മുരളി വയലിനിസ്റ്റായിരുന്നു. കുറേ പേര് അങ്ങനെ കലാരംഗത്ത് വളർന്നു വന്നു, സാഹിത്യരംഗത്തും വളർന്നു വന്നു. മാത്രമല്ല, കൃത്യമായ മതേതര മാനവിക ലക്ഷ്യബോധത്തോടുകൂടി ഒരു സമൂഹത്തെ സാംസ്കാരിക പാതയിൽ മുന്നോട്ട് നയിക്കാനുള്ള വലിയ പദ്ധതികൾ അക്കാലത്ത് കലാസമിതി നടത്തി. നൃത്ത ക്ലാസ്സുകളുണ്ടായിരുന്നു. അഖില കേരള പ്രൊഫഷണൽ നാടകം, അമേച്വർ നാടക മത്സരം, നാടകോത്സവവും ഇവിടെ നടന്നിരുന്നു. ഒരുപാട് കലാകാരന്മാർ, ബഷീറിനൊക്കെ ഇരിക്കുമ്പോഴും ബഷീർ, സുബൈർ, A.T. കേശവൻ, ഒരുപാട് കലാകാരന്മാർ, നമ്മുടെ T.P. ശങ്കരേട്ടനും നെട്ടം കുഞ്ചേട്ടൻ തൊട്ട് ഉള്ള ആളുകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വീട്ടിയുടെ അതിപ്രശസ്തമായ നാടകം പിൽക്കാലത്ത് ഇന്ത്യ മുഴുവൻ അവതരിപ്പിച്ചത് നാരായണൻ അതിൽ അഭിനയിച്ചതാണ് അമ്പിളി കലാസമിതിയാണ്. കൂട്ടുകൃഷി അമ്പിളി കലാസമിതി അവതരിപ്പിച്ചു. കേരളത്തിലെ കലാസമിതി പ്രസ്ഥാനത്തിന് മാതൃകയാക്കാവുന്ന ഒരു കലാസമിതിയാണ് അമ്പിളി കലാസമിതി. നമുക്കൊരു ചരിത്രം കൂടിയുണ്ട്. കലാസമിതി പ്രസ്ഥാനം ആരംഭിക്കുന്നത് നമ്മുടെ പ്രദേശത്താണ്. 1952 M. ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ നിലാവിലേക്ക് നടന്ന ആദ്യത്തെ സമ്മേളനമാണ് ഔദ്യോഗികമായ കലാസമിതി സമ്മേളനം. അതിനുമുമ്പ് കലാസമിതിയിൽ ഉണ്ടായിട്ടോ. കലാസമിതി പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചത് VT ഭട്ടതിരിപ്പാടും M. ഗോവിന്ദനും N. ദാമോദരനും അക്കിത്തും അടക്കുന്ന ആളുകളാണ്. അവിടെ വെച്ചാണ് ആദ്യം കൂട്ടുകൃഷി അവതരിപ്പിക്കപ്പെട്ടത്. അതൊരു ചരിത്രത്തിൻ്റെ ഭാഗം. പിന്നീട് ആഫ്രിക്കയായി കണക്കാക്കിയാലും റെക്കോർഡായി കണക്കാക്കിയാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നിരോധിക്കപ്പെട്ട കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ജനമധ്യത്തിൽ പ്രചരിപ്പിച്ചത് കലാസമിതികളാണ്. ഒരു കാലത്ത് മുഴുവൻ കലാസമിതി പ്രവർത്തനങ്ങളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കേരളം മുഴുവൻ വ്യാപിച്ചത്. 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തുന്നതിന് കാരണമായത് വാസ്തവത്തിൽ കലാസമിതി മൂവ്മെൻ്റാണ്. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും വിരോധമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ പുരോഗമന മതേതര മാനവിക ആശയങ്ങൾക്ക് മുഴുവൻ അടിത്തറപ്പെട്ട വലിയ പ്രസ്ഥാനമാണ് കലാസമിതി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കലാസമിതിയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ കലാസമിതിയാണ് അമ്പിളി കലാസമിതി. അപ്പോൾ ഈ 50ാം വാർഷികം KT ജലീൽ MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ബീന ചന്ദ്രൻ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഞങ്ങളൊന്നും ഇതിൻ്റെ ഒരു ഔപചാരികമായ ഭാഗം മാത്രമല്ല, ഹൃദയം കൊണ്ട് അമ്പിളി കലാസമിതിയുടെ ഭാഗമാണ്. അപ്പോൾ പത്രക്കാരുടെ അപേക്ഷ, ഇതൊരു സാംസ്കാരിക വാർത്തകളെ കോർണർ ചെയ്യുന്ന ഒരു രീതി മാറ്റി ഇതൊരു പ്രധാന വാർത്തയായിട്ട് പത്രങ്ങൾ കൊടുക്കണം. കാരണം സെൻസേഷൻ വലിയ കാര്യമായിട്ടില്ല. ഈ വാർത്തയ്ക്ക് വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു വാർത്ത. വിവാദ വാർത്തകളാണ് ഇപ്പോൾ പത്രക്കാർക്ക് താല്പര്യം. ഇത് പത്രധർമ്മമായിട്ട് കണക്കാക്കണം. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും ആളുകൾ കൂലിയും ഒന്നും കിട്ടാതെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും ഇത്തരം കലാസമിതികൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ നാട്ടിൽ മതേതര മാനവികതയും പുരോഗതിയും സാംസ്കാരിക പുരോഗതിയും നിലനിൽക്കുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ട് പത്രങ്ങൾ ഈ വാർത്ത ഗൗരവമായി തന്നെ കൊടുക്കണം എന്നൊരു അപേക്ഷ വേണ്ടിയ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പരിപാടിയുടെ പ്രോഗ്രാം നോട്ടീസ് ഇതാ പത്രക്കാർക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു
രേഖയുണ്ട്. നാരായണനും ചന്ദ്രശേഖരനും ജയപ്രകാശും കുമാരേട്ടനും ദിവാകരൻ, ഇവരൊക്കെയാണ് ഇതിൻ്റെ സംഘാടക പ്രവർത്തകർ. ഞാനിതിൻ്റെ ഭാഗമായി നിൽക്കുന്നു, അവരൊക്കെ ഓരോ വാക്ക് സംസാരിക്കും. 1975 അമ്പിളി എന്ന പേരിൽ ഇവിടെ ഈ കലാസമിതി രൂപം കൊള്ളുന്നു. അതിൻ്റെ മുന്നേ ഇവിടെ നാടക പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ കുറേ ആൾക്കാർ കൂടി ചേർന്നുകൊണ്ട് ഇത് നമുക്കൊരു കലാസമിതിയായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ആശയത്തിൽ നിന്നാണ് അമ്പിളി എന്ന പേര് കൊടുക്കുകയും അത് ഉടലെടുക്കുകയും ചെയ്തു. ആദ്യം വടയകെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. 2006 നമ്മുടെ CN നമ്പീശൻ മാഷുടെ ആശയത്തിൽ നിന്നാണ് ഈ ബിൽഡിംഗ് ഇവിടെ ഉയരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരുന്നത്. അത് നമുക്ക് സൗജന്യമായിട്ട് തരികയും നമ്മളതിൽ 2006 തറക്കല്ലിട്ടുകൊണ്ട് ഈ സ്ഥാപനം ഉയരുകയും ചെയ്തു. പിന്നീട് KT ജലീലിൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മീതെ ഉള്ള ഈ കോൺഫറൻസ് ഹാളും തുടങ്ങിയത്. ഇവിടെ നമുക്ക് സ്മരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പേര് ഈ കലാസമിതിയിലുണ്ടായിരുന്നു. വളരെ മഹാശയന്മാരായിട്ടുള്ള ഒരുപാട് പേര് മറഞ്ഞു പോയി. അതിൽ പലരും ഞാൻ ഓർമ്മിക്കുകയാണ്. രവീന്ദ്രൻ മാഷ്, കുഞ്ചുവേട്ടൻ, അതുപോലെ അപ്പൂട്ടൻ നായർ, EP വേലായുധൻ നായർ മാഷ്. ഞങ്ങളുടെ നാടകങ്ങളുടെ എല്ലാ ആചാര്യനായിരുന്നു അദ്ദേഹം. ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്ത മഹാനാണ് ഈ EP വേലായുധൻ മാഷ്. അതുപോലെ ഗംഗാധരൻ മാഷ്, അങ്ങനെ പലരും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പരമേശ്വരേട്ടൻ, ഇവരൊക്കെ കൂടി KK ശങ്കരനാരായണൻ മാഷ്, ഇവരൊക്കെ കൂടി വളർത്തിക്കൊണ്ടുവന്നൊരു സ്ഥാപനമാണ്. അന്ന് എല്ലാവർക്കും ഈ കലയോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിലേക്ക് വരാനും ഇവിടെ ഞങ്ങളോടൊപ്പം പങ്കുചേരാനും ഇടയായത്. ഒരുപാട് ആൾക്കാർ അന്ന് ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനം ഉണ്ടായത് തന്നെ നമ്മളൊരു ധനസമാഹരണമൊക്കെ നടത്തി കഥാപ്രസംഗവും അതുപോലെ തന്നെ കഥകളിയും നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന് ഈ നാട്ടുകാരൊക്കെ സഹകരിച്ചു. ഇവിടെ ഒരുപാട് ക്ലാസ്സുകൾ അന്നും ഇന്നും നടക്കുന്നുണ്ട്. അന്ന് തിരൂർ ഷാ, ഉസ്താദ്, ഭാസ്കരൻ മാഷ്, മാഷ് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ, അതുപോലെ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാർ ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നു. അങ്ങനെയുള്ള ഉപകരണ ക്ലാസ്സുകളും സംഗീത ക്ലാസ്സുകളും ഡാൻസ് ക്ലാസ്സുകളൊക്കെ ഇവിടെ നടന്നു വന്നു. ഇപ്പോഴും അത് തുടർന്നു വരുന്നുണ്ട്. ശാസ്ത്രീയ സംഗീതത്തിൽ സിന്ധുലി സർദാബിൻ നേതൃത്വത്തിൽ ഇവിടെ കുറേ കാലമായിട്ട് കുട്ടികൾക്ക് ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരൂര് സുന്ദരൻ മാഷ്ട നേതൃത്വത്തിൽ ഉപകരണ സംഗീതവും പഠിപ്പിച്ചു വരികയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ കലാസമിതി ഈ നാടിൻ്റെ ഒരു തിലകക്കുറിയായിട്ട് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല കലാസമിതികളും അകാലചരമം അടഞ്ഞ സാഹചര്യത്തിലും ഈ 50 കൊല്ലവും ഞങ്ങളിവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് കരുതേണ്ടത്. അതിന് പലരും ഞങ്ങളെ സഹായിച്ചു. മറ്റേ ലീലാകൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ ആദ്യം മുതൽ തന്നെ നമ്മുടെ കലാസമിതിയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. മുരളി മേനോൻ എന്ന പേരിൽ നിന്ന് വിഖ്യാതനായിട്ടുള്ള അദ്ദേഹം ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് വയലിൻ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എന്താണ് പറയുക, കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണെന്ന് അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് മാറിയത്. അതിൽ ഇന്നിപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ പോലും സംസാരിച്ചു. 50 വയസ്സ് 50 കൊല്ലം 75 മുതൽ പ്രവർത്തിക്കുന്ന ഞാനും ഈ കുമാരനും അതുപോലെ TP ശങ്കരൻ നമ്പൂതിരിയാണ് ഇന്നിപ്പോൾ ഉള്ളത്. 50 കൊല്ലം തികച്ചവർ, ബാക്കിയുള്ളവരൊക്കെ മൺമറഞ്ഞു പോയി. എന്തായാലും നമ്മുടെ നാടിൻ്റെ ഈ ഐശ്വര്യമായിട്ടുള്ള ഈ കലാസമിതി 50 വർഷം പിന്നിടാണ്. അതിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷം നടക്കുകയാണ്. 5-ാം തീയതി, ഒക്ടോബർ 5-ാം തീയതി വൈകുന്നേരം ഒരു അതിഗംഭീരമായ ഘോഷയാത്രയോടുകൂടി തുടങ്ങി വട്ടംകുളം CPL UP സ്കൂളിൽ ഈ സുവർണ്ണ ജൂബിലി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് അതിൽ ഈ നാട്ടുകാരായിട്ടുള്ള എല്ലാവരെയും ആ മഹനീയമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനം